മഞ്ചാടിക്കാട്ടിലെ കുസൃതി കുറുമ്പന്മാരാണ് ചെമ്പൻ കുരങ്ങനും അമ്പുവണ്ണാനും. ഒരിക്കൽ ഇരുവരും കൂടി വനത്തിലൂടെ നടന്നു വരുമ്പോൾ, ചെമ്പാ, അത് നോക്കിക്കേ, നീ കണ്ടോ? അത് നമ്മുടെ കാക്കപ്പെണ്ണിന്റെ കൂടല്ലേ അമ്പു? അതെ, ഇപ്പോ ആ കാക്കപ്പെണ്ണ് കുയിലമ്മയുമായി വലിയ ചങ്ങാത്തമാണ്. അതെയോ? അത് ഇന്ന് മുതൽ? ചെമ്പാ, നീ ഈ കാട്ടിലൊന്നുമല്ലേ താമസം? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണം. എന്നാ വാ, വഴിയുണ്ട്. കാക്കയുടെ കൂട്ടിൽ നിന്ന് എടുത്ത മുട്ടകൾ കുസൃതി കുറുമ്പന്മാർ ഒരു മരപ്പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചു. ഇപ്പൊ നമുക്ക് രസിക്കാനുള്ള സംഭവങ്ങൾ കിട്ടും. വാ, വേഗം കാക്കപ്പെണ്ണിന്റെ കൂട്ടിന്റെ അടുത്തേക്ക് പോവാം. ശരി അമ്പു, വാ പോയേക്കാം. തിരികെ കാക്കപ്പെണ്ണിന്റെ കൂടിനടുത്തെത്തിയ അമ്പുവും ചെമ്പനും ഒരു ഇലഞ്ഞിമരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു നമ്മളുടെ കാക്കപ്പെണ്ണ്. ചെമ്പാ, ദേ നോക്ക്, കാക്കപ്പെണ്ണ് വരുന്നുണ്ട്. ഹായ് ഹായ്, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതെ, ദേ നോക്ക്, കാക്കപ്പെണ്ണ് കൂട്ടിനകത്തേക്ക് കയറി. അയ്യോ, എന്റെ മുട്ടകൾ! ആരാ എന്റെ കൂട്ടിൽ കയറിയത്? ആരാ എന്റെ കൂട്ടിൽ കയറി മുട്ടകൾ മോഷ്ടിച്ചത്? ആ തക്കം നോക്കി നമ്മുടെ കുസൃതി കുറുമ്പന്മാർ മരത്തിന്റെ മറവിൽ നിന്നിറങ്ങി കാക്കയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, അയ്യോ കാക്കപ്പെണ്ണെ, കുയിലമ്മ കൂട്ടിൽ കയറുന്ന ഞങ്ങളെ ഈ 4 കണ്ണുകൊണ്ടും കണ്ടവാ. ഓഹോ, കുയിലമ്മയെ ഞാൻ വിശ്വസിച്ചു. അവൾ എന്നെ വഞ്ചിച്ചു. ഇന്ന് അവളുടെ അഹങ്കാരം ഞാൻ തീർക്കും. ഇന്ന് അടിപൊളിയാണ്. വാ, നമുക്കും പോയി നോക്കാം. നല്ല രസമാകും. അല്ലേ നമ്മൾ അടി ഉണ്ടാക്കും. വാ, വേഗം പോവാ. കാക്കപ്പെണ്ണെ, നീ ദേഷ്യത്തിലാണല്ലോ. എന്റെ മുട്ടകൾ മോഷ്ടിച്ചിട്ട് നീ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണല്ലേ? വേഗം എന്റെ മുട്ടകൾ തിരിച്ചതാ. മുട്ടകൾ മോഷ്ടിച്ചെന്നോ? ഞാനോ? അതെ, നീ തന്നെ. നിനക്കറിയാമല്ലോ, സ്വന്തമായി കൂടുപോലും ഇല്ലാത്ത ഞങ്ങൾ കുയിലുകൾ കാക്കക്കൂട്ടിലല്ലേ മുട്ടയിടുന്നത്. അല്ല, കള്ളം. നീ തന്നെയാ മുട്ടകൾ മോഷ്ടിച്ചത്. ഹായ് ഹായ് ചെമ്പാ, അവർ തമ്മിൽ അടി തുടങ്ങി. അങ്ങനെ ചെമ്പനും അമ്പുവും കാരണം കുയിലമ്മയും കാക്കപ്പെണ്ണും വീണ്ടും ശത്രുക്കളായി. അങ്ങനെ ഒരു ദിവസം ചെമ്പനും അമ്പുവും കൂടി പുഴ കടന്ന് ഗ്രാമം കാണാനായിട്ട് ഇറങ്ങി. കാക്കപ്പെണ്ണും കുയിലമ്മയും തമ്മിലടിയായേ, കണ്ടു നിന്നവർക്ക് പണിയായേ, നമുക്കത് രസമായേ, കലപ്പില കലപ്പില ബഹളമായേ, കാക്കപ്പെണ്ണും കുയിലമ്മയും പിണക്കമായേ. എന്ത് രസം, എന്ത് രസം. എടേ നോക്ക്, ദേ ഗ്രാമം എത്തി. ഓ, ഞാൻ നന്നായി പാടി വരുമായിരുന്നു. ഇരുവരും ഗ്രാമഭംഗിയൊക്കെ കണ്ട് അങ്ങനെ നടക്കുമ്പോൾ ഒരു വീടിന്റെ മുന്നിൽ അതാ ഒരു കിളിക്കൂട്. കൂട്ടിൽ പഴുത്ത മാമ്പഴം. അമ്പു, ഒന്ന് നിന്നേ. നീ അത് കണ്ടോ? ആ കൂട്ടിൽ എനിക്ക് പ്രിയപ്പെട്ട പഴങ്ങൾ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. നമുക്ക് ആ കൂട് തുറന്നെടുക്കാം. ചെമ്പന്റെ സഹായത്താൽ രക്ഷപ്പെട്ട തത്തകൾ ചെമ്പന്റെയും അമ്പുവിന്റെയും പിന്നാലെ പോകുകയും ചെയ്തു. നല്ല മധുരമുള്ള പഴങ്ങൾ. അതെ ചെമ്പ, നമുക്ക് വേഗം കാട്ടിലേക്ക് പോകാം. എനിക്കെന്തോ ഒരു പേടി. എന്തിന്? അറിയില്ല, ഇത് നമ്മുടെ കാടല്ലല്ലോ. കാട്ടിൽ ചെയ്യുന്നതൊക്കെ നാട്ടിൽ ചെയ്താൽ ചിലപ്പോ തല്ല് കിട്ടും. കാടായാലും നാടായാലും എനിക്കൊരുപോലെ. അങ്ങനെയല്ല ചെമ്പ, കാട് നമ്മുടെ വീടാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാം.
ആരും നമ്മളെ ഉപദ്രവിക്കില്ല. പക്ഷെ നാട് നീ പേടിക്കണ്ട, നമുക്ക് പോകാം. അയ്യോ അയ്യോ, ഞങ്ങളൊന്നും ചെയ്യലേ, ഞങ്ങൾ പോയേക്കാം, ഞങ്ങളെ തുറന്നു വിടണേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെമ്പ. മനുഷ്യർക്ക് നമ്മുടെ ഭാഷ അറിയില്ലല്ലോ. ഇതൊക്കെ മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ആ തത്തകൾ രണ്ടും കാണുന്നുണ്ടായിരുന്നു. നമ്മളെ അറിയാതാണെങ്കിലും സഹായിച്ചതാണ് അവർ. അതെ, എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം. നമ്മൾ എങ്ങനെ രക്ഷിക്കും? ഒരു മാർഗമുണ്ടാവും. വാ നോക്കാം. കാക്കപ്പെണ്ണെ, സഹായിക്കണേ. നമ്മളൊരു ചങ്ങാതി അപകടത്തിലാണേ, സഹായിക്കണേ. നിങ്ങളൊക്കെ ഏതാ? എന്താ സംഭവം? ഞങ്ങളുടെ ചങ്ങാതിമാരായ ഒരു കുരങ്ങനെയും മണ്ണാനെയും ഒരു മനുഷ്യൻ വലയിട്ട് പിടിച്ചു. സഹായിക്കണേ. നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ അവരെ രക്ഷിക്കും. അവരെങ്ങോട്ടാ പോയത്? ഞങ്ങളുടെ പുറകെ വന്നാൽ മതി. അങ്ങനെ കാക്കക്കൂട്ടൻ തത്തയുടെ പിന്നാലെ പറന്നു. ഞങ്ങളൊന്നും ചെയ്യല്ലേ, വെറുതെ വിടണേ. ഞങ്ങൾ ഇനി ഈ ഗ്രാമത്തിൽ വരില്ല, ഞങ്ങളെ പോകാൻ അനുവദിക്കണേ. ചെമ്പ, നീ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല. അയ്യോ, രക്ഷിക്കണേ. പോകാക്കെ. ഹാവൂ, രക്ഷപ്പെട്ടു. കാക്കപ്പെണ്ണങ്ങനെ ഇവിടെ? ഞാൻ ഗ്രാമത്തിൽ തീറ്റ തേടി വരാറുണ്ട്. കാക്കപ്പെണ്ണെ, സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കാക്കപ്പെണ്ണെ, ഞങ്ങളോട് ക്ഷമിക്കണം. കഴിഞ്ഞ ദിവസം നിന്റെ മുട്ടകൾ ഒളിപ്പിച്ചു വെച്ചത് ഞങ്ങളാണ്. അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി. സാരമില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളെ സഹായിച്ചത് ശരിക്കും ഞാനല്ല. പിന്നെ ആരാണ് കാക്കപ്പെണ്ണെ? ദാ ആ തത്തകൾ. നിങ്ങൾ തുറന്ന കൂട്ടിൽ ഞങ്ങൾ രണ്ടും ഉണ്ടായിരുന്നു. ശരിക്കും നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത്. അതിന് ഇങ്ങനെയല്ലേ നന്ദി പറയേണ്ടത്? നന്ദിയുണ്ട് തത്തപ്പെണ്ണെ. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു, എല്ലാം ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ടാണ്. ഇനി ഞങ്ങൾ ആരെയും നോവിക്കില്ല. ഞങ്ങൾക്കെല്ലാം ബോധ്യമായി. അങ്ങനെ ചെമ്പനും അമ്പുവും കൂടി കാക്കപ്പെണ്ണിനോട് തത്തയോട് നന്ദി പറഞ്ഞിട്ട് തിരികെ കാട്ടിലേക്ക് തന്നെ മടങ്ങി. പോകും വഴി താൻ മോഷ്ടിച്ച തൊപ്പി തിരികെ നൽകാനും ചെമ്പൻ മറന്നില്ല. എന്തൊരു വികൃതിയാണ് ഈ കൊരങ്ങനെ. ആ മാമ്പഴം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല. ഇങ്ങനെയുണ്ടോ ഒരു വികൃതി? നൂലൻകുരങ്ങൻ മഹാവികൃതിയായിരുന്നു. അവന്റെ വികൃതികൾ കാട്ടിലെ മറ്റു ജീവികൾക്ക് വലിയ ശല്യമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കാട്ടിൽ കുറച്ച് മരം വെട്ടുകാരെത്തി. അവര് കാടിന്റെ ഒരു ഭാഗത്ത് മരങ്ങൾ മുറിക്കുവാൻ തുടങ്ങി. മോനെ നൂല, കാട്ടിൽ മരം വെട്ടുകാർ എത്തിയിട്ടുണ്ട്. നീ അവിടേക്കെങ്ങും പോയേക്കരുതേ. അവരുടെ മുന്നിൽ പെട്ടാൽ അപകടമാണ്.
ഉവ്വ് സമ്മതിച്ചു. എങ്കിൽ അവിടേക്ക് ഇപ്പൊ തന്നെ പോയിട്ടേ ബാക്കി കാര്യമുള്ളൂ. മരം മുറിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മോനെ, അവിടെ പോയി നിന്റെ വികൃതി ഒന്നും കാണിക്കരുതേ. അധികം വൈകാതെ തന്നെ നൂലൻകുരങ്ങൻ അവിടെ എത്തി. ആ സമയം മരം വെട്ടുകാർ അവിടെ ഉണ്ടായിരുന്നില്ല. അന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് അവർ വിശ്രമിക്കുകയായിരുന്നു. അവിടെ എത്തിയ നൂലൻകുരങ്ങൻ മരം വെട്ടുകാരുടെ പണി ആയുധങ്ങൾ ഒന്നൊന്നായി എടുത്ത് കളിക്കുവാൻ തുടങ്ങി. ഒടുവിൽ നൂലൻകുരങ്ങനും അത് തന്നെ സംഭവിച്ചു. അങ്ങനെ അഹങ്കാരിയും വികൃതിയുമായ നൂലൻകുരങ്ങന് അവന്റെ വാല് നഷ്ടമായി. വാലില്ല കുരങ്ങൻ പോണത് കണ്ടോ? കണ്ടേ കണ്ടേ. വാലില്ലാത്ത കുരങ്ങനെ കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാം കളിയാക്കാൻ തുടങ്ങി. നൂലന് വല്ലാത്ത സങ്കടമായി. അവനൊരു വലിയ മരത്തിന്റെ മുകളിൽ കയറി ഇരിപ്പായി. അപ്പോഴാണ് ആ മരത്തിന്റെ പൊത്തില് എന്തോ തിളങ്ങുന്നത് നൂലൻ കണ്ടത്. ഇതൊരു വിളക്കാണല്ലോ. ആ, വാല് നഷ്ടപ്പെട്ട എനിക്ക് വനദേവത തന്നതാവും ഈ വിളക്ക്. ഏതായാലും ഇതിരിക്കട്ടെ. പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. നിന്നെ സഹായിക്കാനാണ് ഞാൻ വന്നത്. എന്നെ സഹായിക്കാനോ? അതെങ്ങനെ? അതെ, ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാം. എന്റെ ഏതാഗ്രഹങ്ങൾ? നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും. പക്ഷേ 3 മാത്രം. ഹായ്, കോളടിച്ചു. 3 വരങ്ങളും വാങ്ങിച്ചിട്ട് വേണം ഈ കാട്ടിൽ രാജാവിനെ പോലൊന്ന് വിലസാൻ. ആദ്യം എൻ്റെ മുറിഞ്ഞ വാല് തന്നെ ചോദിക്കാം. എനിക്ക് എൻ്റെ മുറിഞ്ഞു പോയ വാല് തിരിച്ചു കിട്ടണം. ആദ്യം അത് കൊണ്ടുത്താ. ഓ, അതിനെന്താ? ഇതാ നിന്റെ വാല്, എടുത്തോളൂ. ഇതെന്താ ഭൂതമേ ഇങ്ങനെ? വാല് എൻ്റെ ദേഹത്ത് വെക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഓ, അത്രയേ ഉള്ളൂ. ദേഹത്തെങ്കിൽ ദേഹത്ത്. ഇതാ പിടിച്ചോ. അയ്യോ, ഇതെന്ത് പണിയായി കാണിച്ചത്? വാല് വയറ്റിലാണോ വെക്കുന്നത്? പിന്നെവിടെയാ? അയ്യയ്യോ, വാലിരിക്കുന്നത് എവിടെയാണെന്നൊരു ഭൂതത്തിനറിയില്ലേ? ഇല്ലല്ലോ മിത്രമേ, എനിക്ക് വാലില്ലല്ലോ. ഇതാ ഇവിടെ വെക്കണം, മനസ്സിലായോ? ഓ, അങ്ങനെയോ? ഇതാ വെച്ചിരിക്കുന്നു. ഹായ് ഹായ് ഹായ്, എൻ്റെ വാല് തിരിച്ചു കിട്ടി. ഭൂതമേ, ഇനി എനിക്ക് ബാക്കിയുള്ള 2 വരങ്ങൾ കൂടി താ. നിനക്കു ഞാൻ 3 വരങ്ങളും തന്നു കഴിഞ്ഞു. അതെങ്ങനെ? 1 വരമല്ലേ എനിക്ക് കിട്ടിയുള്ളൂ? വാലുകൊണ്ട് തന്നത് 1ാമത്തെ വരം, അത് വയറ്റിൽ വെച്ച് തന്നത് 2ാമത്തെ വരം, വാല് മാറ്റി വെച്ച് തന്നതാണ് 3ാമത്തെ വരം. എന്നാലും ഇതൊരു ചതിയായിപ്പോയി. എടാ മണ്ട, വികൃതി കുരങ്ങ, നിനക്ക് വാലെങ്കിലും തിരികെ കിട്ടിയില്ലേ? അതുതന്നെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. ഇനിയെങ്കിലും ആരെയും ഉപദ്രവിക്കരുത്, മനസ്സിലായോ? പിന്നീട് ഒരിക്കലും അവൻ മറ്റു ജീവികളെ ഉപദ്രവിക്കുകയോ കളിയാക്കുകയോ ചെയ്തിട്ടില്ല.
മാമ്പഴം നമുക്ക് പങ്കിട്ടെടുത്താൽ മതിയായിരുന്നു. നമ്മൾ വെറുതെ വഴക്കുണ്ടാക്കിയത് കൊണ്ടാണ് നമ്മളെ പറ്റിച്ച് ആ കഴുത മാമ്പഴം തിന്നിട്ട് പോയത്. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതെല്ലാം മറക്കാം. ഹോ, എന്തൊരു വിശപ്പ്! ഞാൻ ഈ മാവിൽ കയറി കുറച്ച് മാമ്പഴം കുലുക്കിയിടാം. കുലുക്കി തകതേ കുലുക്കി തകത കുലുക്കി തകതേ കുലുക്കി തകത സകലകലുക്കി 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 സകലകലുക്കി. ആഹാ, എന്തോരം മാമ്പഴങ്ങളാണ്! കള്ളത്തരം കാട്ടാതെ ആ കഴുത നമ്മോടൊപ്പം നിന്നിരുന്നെങ്കിൽ അവനും ഇപ്പോൾ മാമ്പഴം തിന്നാമായിരുന്നു. എന്തായാലും കഴുതച്ചാര് നമ്മളെ പറ്റിച്ചു. നമുക്ക് അവനെ ഒന്ന് പറ്റിച്ചാലോ? ഇനിയും മറ്റുള്ളവരെ പറ്റിക്കാതിരിക്കാൻ അവനെ ഒന്ന് പറ്റിക്കുന്നത് നല്ലതാ. എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്ത് ഐഡിയ? അതൊക്കെ പറയാം. കഴുതച്ചാരേ, ആ, നിങ്ങളായിരുന്നോ? രണ്ടുപേർക്കും മാമ്പഴം കിട്ടിയല്ലോ, സന്തോഷമായില്ലേ? ഒത്തിരി സന്തോഷമായി. ഈ നീല മാമ്പഴത്തിന് എന്തൊരു മധുരമാണെന്നറിയാമോ? നീല മാമ്പഴമോ? ഇത് മഞ്ഞ മാമ്പഴമല്ലേ? മഞ്ഞയോ? ഇത് നീലയാണ്. നിനക്കിപ്പോ നിറങ്ങളൊന്നും തിരിച്ചറിയാതായോ കഴുതച്ചാരേ? എന്നാൽ ഈ പുല്ലുകളുടെ നിറം എന്താണ്? അത് പച്ച. അല്ല, നീല. നിന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല. ഈ പുല്ലിലേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിയേ, നീല നിറമായിട്ട് തോന്നുന്നില്ലേ? ആ, ഇപ്പം മങ്ങിയ നീല പോലെ തോന്നുന്നുണ്ട്. മങ്ങിയ നീല അല്ല, നല്ല കടും നീല. എന്താ, കണ്ണട വേണോ? കണ്ണടയൊന്നും വെക്കണ്ട. നമ്മൾ കാണുന്നതൊക്കെ നീലയാണെന്നങ്ങ് ഉറച്ച് വിശ്വസിച്ചാ മതി. നേരത്തെ എല്ലാം പച്ചയായിരുന്നല്ലോ, ഇപ്പോഴെങ്ങനാ നീലയായത്? അതെ, ഈ അടുത്ത നാളിൽ ഒരു സൂര്യഗ്രഹണം ഉണ്ടായില്ലേ? അതിനുശേഷം ഇലകളും പുല്ലുകളും പഴങ്ങളും എല്ലാം നീല നിറമായി മാറി. പ്രകൃതിയുടെ ഓരോ വികൃതി. ആണോ? ഓ, അത്ഭുതം. എന്തായാലും ഈ ഭൂമിയിൽ വന്ന മാറ്റം ഇപ്പോഴെങ്കിലും കഴുതച്ചാർക്ക് മനസ്സിലായല്ലോ. ഓ, മനസ്സിലായി കൂട്ടരെ. ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ നല്ല മനസ്സുള്ളവരാ. കഴുതച്ചാർക്കേ, നീല മാമ്പഴം 2 കഴിക്കണമെന്നുണ്ടോ? ആ ചക്കരമാവിലെ മാമ്പഴമല്ലേ, അത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും. അതെ, അതുകൊണ്ടാണ് കഴുതച്ചാരോട് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. ഇതാ, കഴിച്ചോളൂ. ദിവസവും ഇതുപോലെ കുറെ മാമ്പഴങ്ങൾ കിട്ടിയിരുന്നേ, വെറുതെ ഈ പച്ചപ്പുല്ല് തിന്നേണ്ടായിരുന്നു. പച്ചപ്പുല്ലല്ല, നീലപ്പുല്ല്. അത് മറക്കല്ലേ കഴുതച്ചാരെ. നീലപ്പുല്ലാണെന്ന് കഴുതച്ചാർക്ക് ഞങ്ങൾ പറഞ്ഞു തന്നതുപോലെ കഴുതച്ചാരെ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെന്ത്? എന്ത്? ഇത് നീലപ്പുല്ലാണെന്ന്. അങ്ങനെ തന്നെ. ഇനിപ്പറ, ഈ പുല്ലുകളുടെ നിറം എന്താണ്? നീല പുല്ലാണേ, പുല്ലാണേ, വഴിയിൽ നീല പുല്ലാണേ. ഇങ്ങനെ പോരെ മക്കളെ? ആഹാ, പുല്ല് നിന്ന് മടുത്ത് ഇപ്പൊ മാമ്പഴമായോ കഴുതച്ചാരെ? വെറുതെ എന്തിനാ ഈ നീലപ്പുല്ല് തിന്നുന്നത്? ഈ നീല മാമ്പഴത്തിന് എന്ത് രുചിയാണെന്നറിയാമോ? നീലമാമ്പഴം, നീലപ്പുല്ല്, ഇതെന്താ കഴുതച്ചാരെ ആകെ ഒരു നീല? സൂര്യഗ്രഹണം വന്നേ പിന്നെ ഇലകളും പഴങ്ങളും പുല്ലുകളും ഒക്കെ നീല നിറമായി മാറിയത്
നീ അറിഞ്ഞില്ലേ കരടിക്കുട്ട? ഏയ് ഇല്ല. ഈ പുല്ലുകൾക്ക് എന്ത് നിറമായിട്ടാണ് കരടിക്കുട്ടന് തോന്നുന്നത്? അത് പച്ച. പച്ചയല്ല, നീല. ഈ പുല്ലിലേക്ക് കരടിക്കുട്ടൻ സൂക്ഷിച്ച് നോക്കിയേ. ആ, നോക്കി. നല്ല കടും നീല നിറമായിട്ട് തോന്നുന്നില്ലേ? ഈ കഴുതച്ചാർക്ക് എന്തോ വലിയ കുഴപ്പമുണ്ട്. തൽക്കാലം ഇവിടെ നിന്ന് മുങ്ങുന്നതാ ബുദ്ധി. നീല നിറമായിട്ട് തോന്നണില്ലേ കരടിക്കുട്ട? പിന്നെ കഴുതച്ചാര് പറഞ്ഞത് ശരിയാ, പുല്ലിന് നീല നിറം തന്നെ. എന്നാ പിന്നെ ഞാൻ പോട്ടെ, 2 തേക്കുമരത്തിൽ കയറി തേനെടുക്കാനുള്ളതാ. ആ, എന്നാ പോയിട്ട് വാ കരടിക്കുട്ട. ഈ മണ്ടനോട് സംസാരിച്ചാൽ സംസാരിക്കുന്നവരും മണ്ടനാവും. ഓ, അങ്ങനെ ഒരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റി. പുല്ലാണേ പുല്ലാണേ കട്ടില് നീല പുല്ലാണേ, പുല്ലാണേ പുല്ലാണേ കട്ടില് നീല പുല്ലാണേ. നിർത്തണ, എന്റെ മുഖത്ത് നോക്കി പുല്ലാണേ പുല്ലാണേ എന്ന് വെല്ലുവിളിക്കുന്നു. ഇവിടെ എല്ലാം നീലപ്പുല്ലാണെന്ന് സംഗീത രൂപത്തിൽ ഞാൻ അങ്ങയെ അറിയിച്ചതല്ലേ? നീലപ്പുല്ലോ? എവിടെ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞതാണ് സത്യം. ആശാ, ഈ പുല്ലിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. സൂര്യഗ്രഹണത്തിന് ശേഷം പുല്ലുകളൊക്കെ നീല നിറമായി. കണ്ടോ, നല്ല നീല നിറമുള്ള പുല്ലുകൾ. എവിടെ എവിടെ നീല നിറം? ഇതെല്ലാം പച്ച പുല്ലാണല്ലോ. പച്ച അല്ല, നീല. വെറുതെ മണ്ടത്തരം പറയല്ലേ കഴുതച്ചാരെ. ഈ പുല്ലുകളുടെ നിറം പച്ചയാണെന്ന് കാണുമ്പോ തന്നെ അറിയാമല്ലോ. പച്ച അല്ല, നീല നീല നീല. ഓ, ഓ, പച്ചയാണെന്ന് ഈ മണ്ടനെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ആശ എന്ത് പറഞ്ഞാലും പുല്ലിന്റെ നിറം നീലയാ. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. ഞാൻ പറയുന്നതാണ് ശരി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സിംഹരാജനോട് തന്നെ ചോദിക്കാം. പുല്ലുകൾക്ക് പച്ച നിറമാണോ നീല നിറമാണോ? അത് രാജൻ തീരുമാനിക്കട്ടെ. പുല്ലുകളുടെ നിറം നീലയാണ് നീലയാണ് നീലയാണ്. ഈ കാര്യത്തിൽ ആരെന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. പുല്ലുകളുടെ നിറം പച്ചയാണെന്ന് ഈ മരക്കഴുതയോടൊന്ന് പറഞ്ഞു കൊടുക്ക് തിരുമനസേ. നിർത്ത്. പുല്ലുകളുടെ നിറം പച്ചയാണ് നീലയാണ്. ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ വല്ല പരാതിയുമുണ്ടോ? വേറെ ഒന്നുമില്ല. പുല്ലിന് പച്ച നിറമാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. പുല്ലിന് നീല നിറമാണ്. ആ, 2 പേർക്കും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി അന്തിമ തീരുമാനം സിംഹരാജൻ്റെതാണ്. പുലി 6 മാസത്തേക്ക് നിശബ്ദത പാലിക്കണം. മറ്റു ജീവികളോട് സംസാരിക്കാനും അമറാനും പാടില്ല. ഇതെന്തൊരു വിധി? കഴുതയ്ക്ക് മടങ്ങിപ്പോകാം. സന്തോഷമായി മഹാരാജൻ. ഒരുപാട് തർക്കിച്ച് കയ്യാങ്കളി വരെ എത്തിയെങ്കിലും ഒടുവിൽ സത്യം വിജയിച്ചല്ലോ. നന്ദിയുണ്ട്. എന്നാ ഞാൻ പോക്കോട്ടെ. പുല്ലാടേ പുല്ലാടേ നട്ടില് നീല പുല്ലാടേ, പുല്ലാടേ പുല്ലാടേ നട്ടില് നീല പുല്ലാടേ. സത്യം പറഞ്ഞ എനിക്ക് ശിക്ഷ, മണ്ടത്തരം പറഞ്ഞ കഴുതയെ വെറുതെ വിട്ടു. പുല്ലുകൾക്ക് പച്ച നിറമാണെന്ന് സത്യത്തിൽ അങ്ങക്ക് അറിയാമായിരുന്നല്ലോ മഹാരാജൻ. എന്നിട്ടും അങ്ങ് എന്തിനാണ് എന്നെ ശിക്ഷിച്ചത്? പുല്ലിന്റെ നിറം പച്ചയാണ്, അതെനിക്ക് നന്നായി അറിയാം. നിന്റെ ശിക്ഷയ്ക്കു കാരണം നിന്നെപ്പോലെ അറിവും കഴിവും ശക്തിയുമുള്ള ഒരു ജീവി മണ്ടനായ ഒരു കഴുതയുമായി വാക്ക് തർക്കത്തിലേർപ്പെട്ട് വിലപിടിച്ച സ്വന്തം സമയം കളഞ്ഞു. അതുമാത്രമല്ല, ആ അല്പത്തരവും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ സമയവും കളഞ്ഞു. നിന്നെ ശിക്ഷിച്ചതിന് കാരണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായോ? പണ്ട് കിങ്ങിണിപ്പുഴ എന്ന് പേരുള്ള അതീവ സുന്ദരിയായ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴക്കര മരങ്ങളാൽ വളരെ സമ്പുഷ്ടമായിരുന്നു. അക്കൂട്ടത്തിൽ
നല്ല വലിപ്പമുള്ള നിറയെ പഴങ്ങളുള്ള ഒരു അത്തിമരത്തിലാണ് ചങ്ങാതിമാരായ വാലൻകുരങ്ങനും അണ്ണാരക്കണ്ണനും താമസിച്ചിരുന്നത്. ആ പഴുത്തത് എനിക്ക്. ഇതാടാ, നീ എടുത്തോ. ഹായ്, ഈ അത്തിപ്പഴത്തിന് എന്തൊരു മധുരം. എനിക്കും കിട്ടി ഒരെണ്ണം. നല്ല മധുരം. ഇന്ന് ഒരുപാടായി. ശരിയാവാല, അത്തിപ്പഴത്തിന്റെ രുചി കാരണം ഞാനും ഒരുപാടങ്ങ് കഴിച്ചു. എനിക്കും തരുമോ അത്തിപ്പഴം? നല്ല വിശപ്പുണ്ട്. മുതല പഴങ്ങൾ കഴിക്കുമോ? വിശന്നാൽ എന്തും കഴിക്കും. ഹായ്, എന്ത് രുചിയാണിതിന്! എന്തൊരു മധുരം! കഴിച്ചോ കഴിച്ചോ, ഇനിയും തരാം. ആഹാ, നന്ദി സുഹൃത്തേ, എന്റെ വിശപ്പ് മാറി. ഞാൻ പൊക്കോട്ടെ? ആട്ടെ, നിന്റെ പേരെന്താണ്? മുരുക്കൻ എന്നാണ് ചങ്ങാതി. നിന്റെ പേരെന്താണ്? വാലൻകുരങ്ങൻ. ഇവൻ കണ്ണൻ, അണ്ണാരക്കണ്ണൻ. അപ്പോ ശരി ചങ്ങാതിമാരെ. ശരി ശരി. മുരുക്കൻ, പേര് കേട്ടാൽ അറിയാം ചങ്ങാത്തത്തിന് പറ്റിയ ആളല്ല. ആര് പറഞ്ഞു? പാവം മുതലച്ചാൽ. പാവമോ? അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്ന മുതലയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അടുത്ത കുന്നിൻചെരുവിൽ പഴുത്ത് പാകമായ നല്ല വാഴപ്പഴങ്ങൾ നിൽപ്പുണ്ട്. എവിടെ? നമ്മുടെ പുല്ലാങ്കുന്നിന്റെ ചെരുവില്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഓ, ഞാനില്ല. നീ പോയി കഴിച്ചോ കണ്ണാ. ഞാൻ നിന്നെ കൊണ്ട് പോകാനാ ഓടിച്ചാടി വന്നത്. ഇല്ലടാ, നീ പോയിക്കോ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കാത്തിരിക്കുക. ഓ, ആ മുരുക്കൻ മുതലേ ആവും. അതെ, അതിനെന്താ? പുതിയ ചങ്ങാതിയെ കിട്ടിയപ്പോ ഈ പഴയ ചങ്ങാതിയെ നീ ഉപേക്ഷിച്ചു അല്ലേടാ വാല? അങ്ങനൊന്നുമില്ല. ശരി, ഞാൻ പോകുന്നു. കിങ്ങിണിപ്പുഴയുടെ മറുകരയിലുള്ള പാറക്കൂട്ടത്തിലാണ് മുരുക്കൻ മുതല താമസിച്ചിരുന്നത്. അത്തിപ്പഴത്തിന്റെ രുചിയറിഞ്ഞ മുതലച്ചാർ പിന്നെ ദിവസവും അത്തിപ്പഴം കഴിക്കാനായി പുഴ നീന്തി ഇക്കര വരും. ഈ മുതലച്ചാരിത് എവിടെ പോയി? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരുന്ന് മടുത്തോ കൂട്ടുകാരാ? പിന്നെ നിനക്ക് തരാനായി അത്തിപ്പഴങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? ക്ഷമിക്കൂ ചങ്ങാതി, ഞാൻ എത്തിയല്ലോ. ഹായ്, എന്തൊരു രുചിയാണ്! കഴിച്ചോ കഴിച്ചോ, ഇനിയും തരാനേ. എന്തൊരു രുചിയാണ്! ഹായ്, ഇന്നെനിക്ക് ഒരു കുല അത്തിപ്പഴം കൂടുതൽ വേണം. അതെന്തേ? വീട്ടിലിരുന്ന് കഴിക്കാനാണോ? അല്ല ചങ്ങാതി, എന്റെ ഭാര്യ നീലിക്കാണ്. ഓഹോ, അതിനെന്താണ്?
ഒന്നല്ല 2 കുല അത്തിപ്പഴം തന്നേക്കാം, പോരെ? വളരെ നന്ദി സുഹൃത്തേ. വാലങ്കുരങ്ങനുണ്ടല്ലോ 2 കുല അത്തിപ്പഴം വെറുത്ത് മുതലച്ചാർക്ക് കൊടുത്തു. അതും കൊണ്ട് മറുകരയിലുള്ള തന്റെ വീട്ടിലേക്ക് മുരുക്കൻ തിരികെ പോയി. നീലി, ദേ നോക്ക്, നിനക്കായി ഞാൻ കൊണ്ടുവന്നത് എന്താണെന്ന്. അത്തിപ്പഴം കഴിച്ചു നോക്ക്. എന്ത് രുചിയാണ് ഈ പഴത്തിന്! അതെ അതെ, എന്റെ ചങ്ങാതി തന്നതാണ്. വാലൻ കുരങ്ങൻ. അവൻ എപ്പോഴും ഈ അത്തിപ്പഴങ്ങളാണ് കഴിക്കുന്നത്. ഹോ, ശരിക്കും ഈ പഴത്തിന് എന്ത് സ്വാദാണ്! ദിവസവും ഈ പഴം കടിക്കുന്ന ആ കുരങ്ങന്റെ ഹൃദയത്തിനും എന്ത് രുചിയായിരിക്കും! നല്ല തേൻ പോലത്തെ മധുരമായിരിക്കും. നീലി, അവൻ എന്റെ ചങ്ങാതിയാണ്. അതുകൊണ്ടാണ് ഈ അത്തിപ്പഴം നമുക്ക് തന്നത്. അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം. അല്ല, അത് ഞാൻ ഇങ്ങനെ... നിങ്ങൾക്ക് ഭാര്യയായ എന്നോടാണോ അതോ ആ കുരങ്ങനോടാണോ സ്നേഹം? ധർമ്മസങ്കടത്തിലായ മുരുക്കൻ മുതല തിരികെ അത്തിമരച്ചോട്ടിലേക്ക് യാത്രയും തിരിച്ചു. കുരങ്ങനെ വീട്ടിലെത്തിക്കാൻ എന്തെങ്കിലും കൗശലം പ്രയോഗിക്കണം. ചങ്ങാതി, വാല. ഇതാര്? മുതലച്ചാര? എന്തേ, അത്തിപ്പഴം തികഞ്ഞില്ലേ? അതല്ല ചങ്ങാതി, വാ പുറപ്പെടാം. പുറപ്പെടാനോ? എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. വീട്ടിലേക്കോ? അതെ, വീട്ടിലേക്ക് തന്നെ. എന്റെ ഭാര്യ നീലി ഒരു സമാധാനവും തരുന്നില്ല. ഇത്രയും സ്വാദുള്ള അത്തിപ്പഴങ്ങൾ തന്ന ചങ്ങാതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അതിപ്പോ നിനക്കായി ഒരു ഗംഭീരൻ സദ്യ ഒരുക്കിയിട്ടുണ്ട്. പായസമുണ്ടോ? എല്ലാം ഉണ്ടെന്നേ. വാ, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഹായ്. അയ്യോ, അതെങ്ങനെ പോകും? ഞാൻ എങ്ങനെ വരും? എനിക്ക് നീന്തലറിയില്ലല്ലോ. നീ എന്റെ പുറത്ത് കയറിക്കോ, ഞാൻ ഈ പുഴയിലൂടെ കൊണ്ടുപോകാം. അത് കൊള്ളാലോ. ഹായ്, വെള്ളത്തിന് മീതെ ഒരു സവാരിയും പായസം കൂട്ടി ഒരു സദ്യയും. അതെ അതെ. അങ്ങനെ വാലങ്കുരങ്ങനെയും പുറത്തിരുത്തി മുതലച്ചാര് പുഴയിലൂടെ മുന്നോട്ട് നീങ്ങി. പുഴയുടെ ഒത്ത നടുവിലെത്തിയപ്പോ മുരുക്കൻ മുതല ശരിക്കുള്ള സത്യം പറഞ്ഞു. എടാ കുരങ്ങ, നിനക്കിന്ന് സദ്യയില്ല. നീയാണ് ഇന്നത്തെ സദ്യ. എന്തെന്നാ മുതലച്ചാരെ? നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സദ്യ തരാനല്ല. പിന്നെ? എന്റെ നീലിക്ക് നിന്റെ ഹൃദയം തിന്നാൻ ഒരു കൊതി. അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്ന മുതലയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും. അയ്യോ, മുതലച്ചാർക്ക് ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ദേ നോക്കിയേ, ഇത്ര അധികം അത്തിപ്പഴം ഞാൻ പറിച്ചതുപോലും മുതലച്ചാരുടെ ഭാര്യ നീലിക്ക് സമ്മാനം കൊടുക്കാനല്ലേ. കൗശലമേൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കുരങ്ങൻ പറഞ്ഞു, എന്റെ ഹൃദയം മുതലച്ചാരുടെ ഭാര്യക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ... എന്തു പക്ഷേ? ആരും എടുക്കാതിരിക്കാൻ ഞാൻ എന്റെ ഹൃദയം അത്തിമരത്തിന്റെ
ഏറ്റവും മുകളിലുള്ള ഒരു പൊത്തിലാ സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നേൽ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തു ചെയ്യാൻ? നമുക്ക് തിരികെ പോയി എടുത്തോണ്ട് വരാം. എടാ ദുഷ്ട മുരിക്ക, നീ എന്റെ ചങ്ങാതിയല്ല, ചതിയനാണ്. എന്റെ ഹൃദയം വേണമല്ലേ നിനക്ക്? കുരങ്ങ, പെട്ടെന്ന് നീ നിന്റെ ഹൃദയം എടുത്തുകൊണ്ട് വാ. എടാ മണ്ടച്ചാരേ, ഹൃദയമില്ലാതെ എങ്ങനാടാ ജീവിക്കുന്നത്? അത് മാറ്റി വേറൊരിടത്ത് വെക്കാൻ പറ്റുമോ? എടാ മണ്ട, അത് ചങ്ങാതി, നീ ഒന്നും പറയണ്ട. ഇനി മുതൽ ദിവസവും ഇങ്ങോട്ട് വരികയും വേണ്ട. നിനക്ക് അത്തിപ്പഴവുമില്ല, എനിക്കിങ്ങനെ ഒരു ചതിയൻ ചങ്ങാതിയും വേണ്ട. പൊക്കോ. പിന്നീട് ഒരിക്കലും ആ ചതിയൻ മുതല കിങ്ങിണിപ്പുഴ നീന്തി ഇക്കര വന്നിട്ടില്ല. ഉറ്റ ചങ്ങാതിമാരായ നമ്മുടെ വാലൻ കുരങ്ങനും അണ്ണാരക്കണ്ണനും വളരെ സന്തോഷത്തോടെ പിന്നെയും ആ അത്തിമരത്തിൽ കഴിഞ്ഞു.